കേസ് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് വിവോ Y50 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റ് ഇഷ്യൂ ആണ്. അത് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരും, പക്ഷേ ഡിസ്പ്ലേയിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സെറ്റാക്കി എടുക്കാം. കേസ് ഇപ്പോൾ ഫോൺ ഓൺ ആക്കുമ്പോൾ നിങ്ങൾ നോക്കണം വിവോ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് നല്ല ലൈറ്റ് അടിക്കുമ്പോഴാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നോർമലി നോക്കി കഴിഞ്ഞാൽ ഫോൺ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് തോന്നത്തുള്ളൂ. അപ്പം വിവോ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ബാക്ക് ലൈറ്റിൻ്റെ പ്രശ്നമെന്ന് നമുക്ക് കൺഫേം ആക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോണിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇത് സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് നേരത്തെ യൂസ് ചെയ്ത ഫ്ലെക്സും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്കിമാറ്റിക്സ് ടൂൾ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബോർണിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ടൂളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണക്ഷൻസ്, അതായത് ബാക്ക് ലൈറ്റ് IC-ന്ന് ഡിസ്പ്ലേ കൺട്രോളിലോട്ട് വരുന്ന കണക്ഷൻസ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഈ നമ്മളങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഇവിടെ ഈ ഒരു LCD കൺട്രോളിൽ ആനോഡ് ലൈൻ വരുന്ന ഈ ഒരു ട്രാക്കാണ് മിസ്സായിരിക്കുന്നത്. ഈ ആനോഡ് ലൈനിൽ കൂടാണ് നമ്മുടെ ബാക്ക് ലൈറ്റിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 21 to 24 വോൾട്ടേജ് വരെ വരുന്നത് ഈ ഒരു ട്രാക്കിലാണ്. അപ്പോൾ അത് നമ്മൾ ട്രേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബാക്ക് ലൈറ്റ് IC-യുടെ തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു കോയിലിലാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഈ ഒരു കോയിൽ കംപ്ലൈൻ്റ് ആണ്. അതായത് ഈ കോയിൽ ഓപ്പൺ ആയി പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ വാല്യൂ വരുന്നുള്ളൂ, ഇപ്പുറ സൈഡിൽ വാല്യൂ വരുന്നുള്ളൂ, നമ്മുടെ ഡിസ്പ്ലേ കൺട്രോളിൽ പോകുന്ന സൈഡിൽ വാല്യൂ വരുന്നില്ല. അപ്പോൾ ഇത് ഓപ്പൺ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ജമ്പർ വയർ യൂസ് ചെയ്തിട്ട് ബൈപ്പാസ് ചെയ്തിട്ട് ഫോണിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ജമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കമ്പൗണ്ട് നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിവൈസ് ഓൺ ആക്കി നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയിപ്പം ഡിസ്പ്ലേ കൺട്രോളും അതുപോലെ തന്നെ ബാറ്ററിയും കണക്ട് ചെയ്തിട്ട് ഡിവൈസ് ഓൺ ആക്കി നോക്കാം. വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഇതിനകത്ത് ആ ഒരു ട്രാക്ക് മിസ്സായത് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിവൈസ് ഓൺ ആക്കി നോക്കാം. സോ ഗൈസ് അങ്ങനെ ഡിവൈസ് ഓൺ ആക്കിയ സമയത്ത് ബാക്ക് ലൈറ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിവോ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഡാമേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതായാലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട്ട് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.